ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഈ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അല്ല വിത്ത് ഹെൽപ്പ് അപ്പൊ നമ്മളാവും. ഓക്കെ, അപ്പോ വീഡിയോയുടെ ബാക്കിലുള്ളത് മുസാഫിർ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സാധനങ്ങൾ കാണിച്ചു കൊടുക്കണ്ടേ? സാധനങ്ങൾ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗൈസ്. ചിക്കൻ മസാല ഇടുന്നില്ല. ചിക്കനിൽ മസാല ആദ്യം ഇടണം ഗൈസ്. അത് അബ്ദു ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇടുമ്പോൾ അത് അതെ ഉപ്പ് അബ്ദു പഠിക്കട്ടെ. അബ്ദു വളരാണ്ട് അബ്ദു എന്താ പറഞ്ഞു? അബ്ദു നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അവനെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇപ്പൊ നമുക്ക് നമ്മളെ കാര്യങ്ങളായിട്ട് വരാം. ഉണ്ടാക്കാൻ വേണ്ടി പോകണമെങ്കിൽ പാൻറ്റൊക്കെ റെഡി ആക്കണേ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് കുക്കറിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. കത്തിക്കണേ. അപ്പൊ അടുത്തായിട്ട് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ച് ചൂടാവാനനുസരിച്ച് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കുറച്ച് ഉള്ളി വാട്ടാണല്ലോ നമുക്ക് കുറച്ച് ഓയിൽ എടുക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഒരു പിടുത്തില്ല ടെൻഷൻ മതി. അപ്പൊ നമ്മള് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സജു നമ്മുടെ എല്ലാ ദിവസവും കറി ഉണ്ടാക്കുന്ന ആളാണ് സജു പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരാണ് നമ്മുടെ കുക്കിങ്ങില്. ഈ നീലാതിരി അപ്പാർട്ട്മെന്റിൽ കുക്കിംഗ് മെയിനായിട്ട് ഇവരാണ്. അതെ, ആൾക്കാരെ കാണിച്ചിട്ടുണ്ട്. സജു ആന്റണി അബ്ദുള്ള ക്യാമ്പസ്, അബ്ദുള്ള ഹരുൺ. അപ്പൊ ഇന്ന് ചരിത്രാണ്. ഇന്ന് ചരിത്രം കുറിക്കും. ഇവരെല്ലാരും നാളെ ബാത്റൂം കഴിയും. ഉള്ളിട്ടോ ചൂടയില്ലേ? അപ്പൊ ഇനി എന്താണ്? ഉള്ളി മാത്രം ഇട്ടോ. ഇനി അടുത്ത പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉള്ളി മാത്രം ഇടാം. ഓക്കെ, നീ ഏതെങ്കിലും ഒരു പാത്രം ഇടയില് കളയരുതിട്ടോ, കൈയിട്ടിട്ടാലും വേണ്ടില്ല. ഓക്കെ, കൈയായിട്ടാണ് ശരിയാണ്. നമ്മളെല്ലാം നാച്ചുറൽ ആയിട്ട് ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി മാത്രം. നമ്മൾ ഓയിൽ കുറച്ച് ചൂടാകണം. ഓക്കെ, ഇട്ടോ. അപ്പൊ ഫസ്റ്റ് ഇടല് മാത്രം ഉണ്ടാവുള്ളൂ, പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഫുൾ ഇട്ടോ. ഉള്ളിക്ക് എന്താ എത്തണി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞില്ല. ഉള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇയാൾക്ക് കയ്യിലിട്ടളക്ക് കയ്യിലാണോ? അടിക്കാം. രണ്ടാട്ടെ ആട്ടാണ്ട് കുറച്ച് ഉപ്പിട്ടോ ആവുമ്പോ പെട്ടെന്ന് പാടും. കുറച്ച് ഉപ്പിടാം. ഉപ്പന്നല്ലേ? ഇട്ടോ ഫുൾ ഇട്ടോ. പ്രൊഫഷണൽ ആവും. എനിക്ക് പിന്നെ ആദ്യം ഇതിനെ പറ്റി അറിയാം. പിന്നെ ഞാൻ ഇവര് ചെയ്തിട്ട് പഠിക്കണേ. എനിക്ക് തോന്നി. അപ്പൊ നമ്മളിപ്പോ ഉള്ളി നമ്മള് ചെറുങ്ങനെ മറ്റേ എന്താ ബ്ലറാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാം. നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. വലിയ അടുക്കള ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതിന് പ്രൊമോഷൻ ഒന്നും ഇല്ലല്ലോ. മൂടി ഓർമ്മണ്ടല്ലോ. നോട്ട് സ്ക്രിപ്റ്റഡ്. ഓക്കെ, ഇനി സ്ക്രിപ്റ്റഡ് അല്ല. മതിയോ? ഒന്നുകൂടി ഒരു തുള്ളി. അത് ബിന്യാമിന്റെ വക. ഓക്കെ, കൊതിക്ക് ഇളക്കിക്കോ. പിന്നെ നമുക്ക് കൊണ്ട് ഇളക്കി എടുക്കാം കേട്ടോ. അതിന് കറി, ചിക്കൻ കറി. നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ഇട്ടിട്ടിട്ട് നമ്മൾ ശരിക്കും ഇഞ്ചി തന്നെ ഇട്ടാ മതി. ജിഞ്ചർ പേസ്റ്റ് ഇടണമെന്നൊന്നും ഇല്ല. അതെ, നമ്മളിപ്പോ റിച്ച് ആയതുകൊണ്ട്, നമ്മള് ബാംഗ്ലൂരിലായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊന്നും കിട്ടൂല. അതെ, ആരും ബാംഗ്ലൂർ അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരരുത്. അത്രേ ഉള്ളൂ. അല്ലേ ഗൗതം? അതൊക്കെ അത്രേ ഉള്ളൂ. എനിക്കിവിടെ എന്തൊരു കുറവ്. എനിക്കിവിടെ എന്തൊരു കുറവ്. നിന്നെ നമ്മള് നല്ലോണം നോക്കണേ. ജോലിയെ പിടി. ക്യാമറ ഇങ്ങോട്ട് വരുമ്പോ ജോലിനൊക്കെ പിടിച്ച് ഏതാ
ഇനി എന്താണ്? അപ്പൊ ഇനി നമ്മള് ഉള്ളി താളിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ജിഞ്ചർ പേസ്റ്റ് ഇട്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇടാം ഗൈസ്. ഓക്കെ, പച്ചവടം കിട്ടണം അത്. ആ ഓക്കെ കേട്ടോ. 2 ഗൈസ്. അപ്പൊ ആദ്യം നമുക്ക് തക്കാളി ഇടാം, എന്നിട്ട് അതിന് ശേഷം പച്ചവടം ഇടാം ഗൈസ്. തക്കാളി നല്ല ഫ്രഷ് തക്കാളിയാണ് ഗൈസ്. നമ്മള് കടയിൽ പോയി വാങ്ങിയത്, കടയിൽ പോയി വാങ്ങി. കണ്ണൊക്കെ ഇരുന്നുണ്ട്. അതാണ് ഉള്ളി അരിഞ്ഞെന്നുണ്ടെങ്കിൽ എന്റെ കണ്ടതാണ് വെള്ളം. സങ്കടം കൊണ്ടാടാ. നമുക്ക് ഇനി പച്ചവടം കുറച്ചുണ്ടാകും ഗൈസ്. അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇളക്കിടുക ഗൈസ്. എന്താണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത് ഗൈസ്. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യണത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, കമന്റ് ചെയ്യാം. ഞങ്ങള് തിന്നിട്ട് ഞങ്ങളല്ല അഭിപ്രായം പറഞ്ഞു. അല്ല, അത് നിങ്ങള് തിന്നിട്ട് പറയാ, ഇവര് തിന്നാണ്ട് പറഞ്ഞു. വാവ് വെൽഡൻ എന്നൊക്കെ പറയാം അല്ലേ. ഞാൻ എപ്പോഴും പറയാണ്, ഇത് ഈസ് നോട്ട് സ്ക്രിപ്റ്റഡ്. ഇപ്പോഴും വീണ്ടും അബ്ദുനോട് നോക്കിട്ട് പോകാൻ പറഞ്ഞു. ലാസ്റ്റ് ഇത് കരിഞ്ഞു പോയി. എന്തേ പ്രശ്നം ഉണ്ടോ? പ്രശ്നം പറയണ്ട. ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട്. അല്ലടാ, നിന്നെ ഞങ്ങൾ എടുത്തോളടാ. ഇപ്പഴല്ല പിന്നെ ഈ ക്യാമറ അടുക്കള ചായ പടി പിന്നെ തരടാ, ഇപ്പഴല്ല പിന്നെ. ഓക്കെ, അപ്പൊ നമ്മള് ചിക്കൻ നമ്മൾ കുറച്ച് മുളക് പൊടി ഇടണം. അതുകൊണ്ട് നമുക്ക് ഇനി നമ്മളിനി എന്താ പറയാ, ഇതിന്റെ പേരെന്താ, മസാല മസാല ഇടുന്ന ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. നമ്മൾ കുറച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ലോണം. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 1.5 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇടാം അല്ലേ. മതിയോ? ഇതൊരു ടീസ്പൂൺ ആയില്ലേ? പൊത്തിക്കോ. ഇടാം. അപ്പം നമ്മളെ മുളക് പൊടി സെറ്റ് ആയിരിക്കും. ഇനി നമുക്ക് മഞ്ഞപ്പൊടി. ഇനി നമുക്ക് മഞ്ഞപ്പൊടി ഇടാം. പേരിന് മാത്രമേ ഉള്ളൂ. പേര് ജസ്റ്റ് ഇടുകയോ? അത്ര വേണ്ട. അതെ. ഓക്കെ, ഇത് 1/2 ടീസ്പൂൺ. അങ്ങനെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടോ? നമുക്കൊരു ഉപ്പ് ചിക്കനിൽ ഇങ്ങനെ ഉപ്പ് ഒരു കുറച്ചിട്ടാ മതി. ഒരു അര ഇട്ടാ മതി. ഇട്ടാ മതി. ശരിയോ? ആ മതി. അങ്ങനെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം ഗൈസ്. ഞാൻ അതേ പറയണ, ആദ്യമായിട്ടാണ് ചിക്കൻ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചു. ലേഖ വരുതേ അടി പിടിക്കും. ബിന്യാമിന്റെ സാധനം നാണൊക്കെ വരുന്നത്. അപ്പൊ നമ്മള് ചിക്കന് നേരത്തെ കുറച്ച് നേരത്തെ നമ്മള് മസാല വെച്ച് ലൈറ്റാണ് മസാല വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എടുക്കാം. ഇതാണ് നമ്മള് മസാല തേച്ച് വെച്ച ചിക്കൻ പീസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. ഓക്കെ, ഓരോന്നായിട്ട് ഇടാം. താജ്മഹലിൻ ചാരത്ത് പാട്ടൊന്നും വേണ്ട, കോപ്പിറൈറ്റ് അടിക്കൂട്ടാ. ഞാൻ തന്നെ പാട്ടിനെ പൊട്ടാം. നീ തന്നെ ഉണ്ടാക്കിയ പാട്ടുകളാണെന്നൊരു സീനില്ല അല്ലേ ചിക്കനില്ലേ. നീ ഇളക്കിക്കോ. ഈ സമയം നമുക്ക് നന്നായിട്ടുണ്ട് ഇളക്കി എടുക്കാം കേട്ടോ. മസാലയും ഇതൊക്കെ ഇളക്കട്ടുണ്ട്. ആദ്യമായിട്ട് ഉണ്ടാക്കണേന്റെ ഒരു അതില്ല കാണുന്നില്ല. കാരണം ഫുൾ പ്രൊഫഷണൽ മാതിരിയാണ്, എക്സ്പീരിയൻസ്ഡ് ഉള്ളത്. ഇതിന്റെ പിന്നെ എവിടെയെങ്കിലും ഉണ്ടാക്കിയോ? എന്ത് പറയണ്ട, ഈ ക്യാമറയിൽ നോക്കി. കറി വരില്ല, ഉള്ളി മാത്രമേ ഉള്ളൂ. അത് വെള്ളം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വയ്ക്കാം. ഞാൻ നോക്കിക്കോ. നമുക്ക് കുറച്ച് വാട്ടർ ഒഴിക്കാം. ഇത്ര മതി. ഫുള്ളിക്കാ ചിക്കൻ വെള്ളം ഇറങ്ങില്ലടാ. കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് കൊണ്ട് ഇളക്കാം കേട്ടോ. എന്ത് പറയാനുള്ളത്? അഭിമാന നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരു നമ്മള് പ്രൗഡ് മൂമെന്റാ. നമ്മൾ ഉണ്ടാക്കുക മാത്രല്ല, ഉണ്ടാക്കുമ്പോ അത് കഴിക്കുന്ന ആൾക്ക് അത് പോയിന്റ് കേട്ടോ. ഞങ്ങൾ തിന്നു കഴിഞ്ഞതിന് ശേഷം പറയാം. ഞാനിവിടെ ഞാൻ പോയിട്ടുണ്ടോ ഓടുന്നവര്. അപ്പൊ ബിന്യാമിന്റെ ചിക്കൻ കറി പോണ്ടത് അല്ലേ. നമുക്കിത് മൂടിയൊക്കെയുള്ള സമയം. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. ചിക്കനിലേക്ക് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംഭവം.
ഞാൻ ചിക്കനൊക്കെ ഗൈസ് ഞാൻ ആവർത്തിച്ച് പറയാണ്, ആരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. കൊച്ചു പിള്ളേർന്ന് വീട്ടിൽ അനുകരിക്കരുത്. അനുഗ്രഹിച്ചോട്ടെ, പഠിച്ചോട്ടെ. അല്ല, പഠിക്കുന്നതല്ലേ പഠിച്ചാൽ മതി. വെറുതെ ഗ്യാസിനോട് പറ്റ ചെറുപ്പത്തിൽ തന്നെ വേണ്ടല്ലേ, ഒരു 10 വയസ്സിന് ശേഷം 10 വയസ്സിന് ശേഷം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഫസ്റ്റ് തന്നെ ഉമ്മാരപ്പം നിങ്ങള് വീട്ടിൽ നിന്ന് ആദ്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാം. അതെ, ഞാനിത് ഇപ്പോഴാണ് പുറത്തേക്ക്. ഇവിടെ പിന്നെ അബ്ദു ഉണ്ടായതുകൊണ്ട്, പ്രൊഫഷണൽ കുക്ക് അബ്ദു ഉണ്ടായതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട്. കാരണം എന്തുണ്ടെങ്കിലും ഞാൻ തീരുമാനിച്ചു, ഇന്ന് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കും. അത് നിങ്ങളെ കൊണ്ട് കൈപ്പിക്കുകയും ചെയ്തു. നിങ്ങളോട് മനസ്സിൽ കിടക്കുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാറുണ്ട്, ചാടിയാണ് നിൽച്ചു. അപ്പോ അതിന്റേതായ പിന്നെ എനിക്ക് കുറച്ച് പനിയുണ്ട് കേസ്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്നും വേണ്ട. ഇനി ഏതായാലും മൂടിച്ചോ. ടെൻഷനായി വിളിച്ചിട്ട് മൂടിയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ എല്ലാം ഇങ്ങനെ അങ്ങനെ തുറക്കലിട്ടോ, പൊട്ടും. സത്യം പറഞ്ഞാൽ അബ്ദുവിന്റെ കൈ ഇങ്ങനെ വെറുതെ തൊട്ടുന്നുള്ളൂ. ഞാനത് ചെയ്ത് കേട്ടോ. ഓക്കെ, അത് എല്ലാരും കണ്ടു. അത് മതി. ഇനി ഉണ്ടാക്കിയ തട്ടാ. പിന്നെ നമുക്ക് വിസിലടിച്ച് എത്ര 2 വിസിലുണ്ട്. നമുക്ക് തിരികെ വരാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ അഖിലേട്ട വന്നിട്ടുണ്ട്. ഹായ് പറയൂ. അല്ല, നേരത്തെ കോപ്പറേറ്റ് ആയിരുന്നു. അതാണ്. അപ്പൊ ഈ അഖിലേട്ട ഇന്ന് ഞാനാണ് ചിക്കൻ ഉണ്ടാക്കണത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? അതന്നെ, കഴിച്ചു നോക്കിയിട്ട് പറയും. ഈ പിറായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരുത്തുമ്പോ ഇറങ്ങിപ്പോ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ചിക്കൻ കറിക്ക് അപ്പോ നമ്മുടെ അടുത്ത ടീം എത്തിയിട്ടുണ്ട്. മുനീഫ്, അമ്പാട്ട് മുനീഫ്. ഇന്ന് ഞാനാണ് ചിക്കൻ കറി ഉണ്ടാക്കണം. എന്താണ് അഭിപ്രായം? വലിയല്ലേ, എനിക്ക് വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസം? എടാ അങ്ങനെയല്ല, ഫുഡിന്റെ അല്ലേ, ബഹുമാനിക്ക്. ഓക്കെ, എന്താണ് അഭിപ്രായം? കേരളം തത്തു. എടാ അങ്ങനൊന്നും ഉണ്ടാകണ. ബാത്റൂം എല്ലാം നിങ്ങൾ കഴിച്ചോക്കിട്ട് പറ. കഴിച്ചോക്കിട്ട് പറ. ഇതപ്പോ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത വിസിലാകുമ്പോ നമുക്ക് കൂടി വന്നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോ നമ്മളിവിടെ കുക്കറ് 3 വിസിൽ അടിച്ചതുകൊണ്ട് തന്നെ നമ്മള് കുക്കർ ജസ്റ്റ് എന്ത് ചെയ്തു, ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ആവി പോകണ്ടല്ലോ. അത് ആവി പോയതിനു ശേഷം നമ്മൾ കുക്കർ പൊട്ടിക്കുന്നതാണ് കേസ്. അപ്പൊ നിങ്ങക്ക് എന്താണ് 2 തന്നെ അല്ലേ കുക്കർ തുറക്കുന്നതാണ് കേസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത് അധികം നിൽക്കണ്ട. അപ്പോൾ നമ്മള് റൈസ് നമ്മൾ ആദ്യം ഓൾറെഡി കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആൾക്കാർ കൂടിയത് കൊണ്ട് തന്നെ നമ്മൾ അത് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ചിക്കൻ കറി ഈസ് മൈ സ്പെഷ്യൽ. അപ്പൊ എല്ലാരും ക്യാമറമാൻ അവിടെ. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാ, ചിക്കൻ കറി എന്താവും എന്നൊക്കെ. ഫുഡൊക്കെ ഓൾറെഡി വിളമ്പിട്ടുണ്ട്. ഇനി കുക്കറും കൂടി പൊട്ടിക്കാനുണ്ട്. നമുക്ക് ഇനി കുക്കറും കൂടി പൊട്ടിക്കാനുണ്ട്. ഞാനാണ് പൊട്ടിക്കണേ, ഞാൻ ഉണ്ടാക്കി. മാറി നിൽക്കടാ. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാണികൾ. അടി ഉണ്ടാക്കരുത്. കറിയിലോട്ട്. അയ്യോ, ക്യാമറ ആവിയായല്ലോ. ഓ, കിക്ക്. നല്ല സ്മെല്ലുണ്ടല്ലേ? മാഷാ, സ്മെല്ലുണ്ട്. കയ്യാണ്ട് മണ്ടാന്നോ ഇത്രയും പ്രൊഫഷണൽ ആയി കുക്കിനാ. അതുകൊണ്ടാ അവിടുന്ന് തിന്നുമ്പോ എല്ലാവർക്കും കൂടി ഒപ്പം പറയാം. എന്താ കറി ഊറ്റി കുടിക്കണം. ഇത് ആരുടെ വിജയം? ഇത് ബിന്യാമിന്റെ വിജയം. അടാ, ഞാൻ മുഖത്ത് ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ അബ്ദു ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരാളാന്ന് പറയില്ല. ഓ, അത് അത്രേ ഉള്ളൂ. എന്തായാലും എല്ലാവരും ടേസ്റ്റ് നോക്കി നമുക്ക് ഇങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പറടാ.
ഗൗതം ഒക്കെ പറഞ്ഞു. അബ്ദു കറി എങ്ങനെയുണ്ട്? ശരിക്കും ഇനി നീ കറി എടുത്താ കറി എടുത്താ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ അവിടെ എല്ലാരും ഒന്ന് പെട്ടെന്ന് കഴിക്കണം. എനിക്കൊന്നൊരു ടേസ്റ്റ് നോക്കണം. വേണ്ടാ എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? പെട്ടെന്ന് പെട്ടെന്ന് സൂപ്പർ. അണ്ണാക്കിൽ എത്തിയില്ല അതിന് മുന്നേ അവൻ പറയൂ എങ്ങനെയുണ്ട്? ഇങ്ങനെ എങ്ങനെയുണ്ട്? രസമുണ്ടോ? ചിക്കനൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് പറയണ്ടേ? സജ്ജ എങ്ങനെയുണ്ട്? കറി എങ്ങനെയുണ്ട്? രസമുണ്ടോ? അഖിലേട്ടൻ കറി കൊള്ളാം. ഓക്കെ സൂപ്പർ. താങ്ക് യു. നല്ല ടേസ്റ്റ് ഉണ്ട്. ആരവൽ എങ്ങനെയുണ്ട്? കറി എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെ കറി പറയാം? എനിക്ക് കറി മാത്രം കിട്ടിയില്ല, ബാക്കിയില്ല. ഇവിടെ കറിയിട്ടില്ല. ചിക്കൻ മാത്രം. അത്രയും ചെലവാണ് തന്നെ കറിക്കർത്ഥം. അപ്പൊ എല്ലാരും കറി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഓക്കെ താങ്ക് യു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ബൈ ടാറ്റാ.